എല്ലാ വിശ്വാസവും അന്ധവിശ്വാസമാണ്. പക്ഷേ ഏത് അന്ധവിശ്വാസത്തെയാണ് നമ്മൾ എതിർക്കേണ്ടത്, നമ്മൾ വിമർശനത്തിന് വിധേയമായിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഒരു വ്യക്തിക്കും സമൂഹത്തിനും രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ദേശത്തിൻ്റെ പുരോഗതിക്കും തടസ്സമായി തീരുന്ന അന്ധവിശ്വാസം, അവൻ്റെ ആരോഗ്യത്തിന്, പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്, ഇതിനൊക്കെ ഉദാഹരണമായിട്ട് ഒരു മോഹനൻ വൈദ്യൻ്റെ അടുത്തേക്ക് ഒരാൾ പോകുമ്പോൾ നമ്മളത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർക്കുന്നു. കാരണം എന്ന് വെച്ചാൽ അയാൾക്കും ഹീ സെറ്റിംഗ് എ റോങ് സ്റ്റാൻഡേർഡ് ആൻഡ് റോങ് മോഡൽ, സെൻഡിങ് എ റോങ് മെസ്സേജ് ടു ദ സൊസൈറ്റി. ഒന്ന്. നമ്പർ 2, അയാൾക്ക് കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. നമ്പർ 3, അത് ശാസ്ത്ര പുരോഗതിയെയും സമൂഹത്തിൻ്റെ പുരോഗതിയും തടസ്സപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അല്ലാതെ എല്ലാത്തരം അന്ധവിശ്വാസങ്ങളെയും എതിർക്കേണ്ട കാര്യമില്ല, അത് സാധ്യവുമല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യുറാനസിൻ്റെ മധ്യരേഖാ പ്രദേശത്ത് ഒരുതരം വിറയ്ക്കുന്ന ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയാണ് എനിക്ക് ആശ്വാസം നൽകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരാൾ ചിന്തിക്കുകയും അയാൾ അതനുസരിച്ച് അതൊന്നും